ഡെയിലി റുട്ടീൻസ് ഓഫ് ദി ഡയറക്ട് സെല്ലിംഗ് സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്കാണ് പ്ലാൻ പ്രസന്റേഷൻ. പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ഡയറക്ട് സെല്ലറിന്റെ കാര്യത്തിലാണെങ്കിൽ ഡെയിലി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ദിവസേന എത്ര ആളുകളിലേക്ക് നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ വേണ്ടി പറ്റുമോ അത്രയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. എത്രത്തോളം ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കുന്നുണ്ടോ അത്രത്തോളം സെയിൽസ് നമ്മൾക്ക് കൂടുതൽ കിട്ടും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഇന്ന് ചെയ്യേണ്ട, നാളെ ചെയ്യാം, അല്ലെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച പ്ലാൻ കാര്യങ്ങളൊക്കെ പ്രസന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഫോളോ അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ച പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഒരാഴ്ച ബ്രേക്ക് എടുത്തു വീണ്ടും അടുത്ത ആഴ്ച പ്ലാൻ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ രീതിയിലൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം പ്ലാൻ പ്രസന്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ടതാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പ്ലാൻ പ്രസന്റേഷനിൽ വന്നാൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മളുടെ റാങ്ക് അപ്ഗ്രേഡ് ചെയ്യുള്ളൂ, നമ്മൾക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. പ്ലാൻ പ്രസന്റേഷനിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന് ഡിജിറ്റൽ വേ ഓഫ് പ്രസന്റേഷൻ, രണ്ട് ഫിസിക്കൽ വേ ഓഫ് പ്രസന്റേഷൻ. ഫിസിക്കലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, പിന്നീട് അവരെ പോയിട്ട് അവരുടെ സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തുനിന്നോ കാണുന്നു, നേരിട്ട് കാര്യങ്ങൾ ഒരു മീറ്റപ്പ് എല്ലാം ചെയ്യുന്നു. ഇതാണ് ഫിസിക്കൽ വേ ഓഫ് പ്രസന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിജിറ്റൽ വേ ഓഫ് പ്രസന്റേഷൻ ആണെങ്കിലോ വാട്സപ്പ് വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ സൂം വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ ടെലികോളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് ഡിജിറ്റൽ വേ ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾക്ക് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഏറ്റവും ബെറ്റർ ആയതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടും ബെറ്റർ തന്നെയാണ്. അത് ഏത് സാഹചര്യമാണോ ആ സാഹചര്യത്തിനനുസരിച്ചാണ് ഈ ബെറ്റർ കൂടുതലാണ് കുറവാണ് എന്നതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സാഹചര്യം എന്താണോ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ, നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു വഴിയിലൂടെ നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുക. പിന്നെ ഡെയിലി ഇത്രത്തോളം പ്ലാൻ പ്രസന്റേഷൻ ചെയ്യണം, ഡെയിലി 5 പ്ലാൻ, ഡെയിലി 10 പ്ലാൻ എങ്കിലും പ്രസന്റേഷൻ ചെയ്യണം, അങ്ങനെ ഒരു റൂള് കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കാര്യമില്ല. നമ്മൾ എപ്പോഴും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ്ങിലുള്ള ആളുകളിലേക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്, അല്ലെങ്കിൽ പുതിയ ട്രെൻഡിങ്ങിലുള്ള ഒരു മെത്തേഡ് ഇതാണ്. നമ്മൾക്ക് എത്രത്തോളം പ്ലാൻ ആണോ കംഫർട്ടബിൾ ആയിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നത് അത്ര പ്ലാൻ പ്രസന്റേഷൻ മാത്രം ചെയ്യുക. അല്ലാതെ ലീഡർ പറഞ്ഞു 10 പ്ലാനെങ്കിലും ഒരു ദിവസം കൊടുക്കുന്നത് ചോദിച്ചിട്ട് 10 ആൾക്കാർ തേടി പോയിട്ട് വെറുതെ പ്ലാൻ കൊടുത്തു വന്നിട്ട് കാര്യമില്ല. അതിനൊരു ആക്യുറസി ഉണ്ടാകണം, ഒരു എഫിഷ്യൻസി ഉണ്ടാകണം, നമുക്ക് അതിലൂടെ ഒരു റിസൾട്ട് കിട്ടണം. പ്ലാൻ എത്ര തന്നെ കൊടുത്തു കഴിഞ്ഞാലും അതിലുള്ള റിസൾട്ടാണ് നമ്മളുടെ റാങ്കും അല്ലെങ്കിൽ നമ്മളുടെ ഇൻകത്തിനെയൊക്കെ തന്നെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിലൊരു ചേഞ്ച് വരുന്നത് റിസൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു 24 അവേഴ്സിനുള്ളിലൊന്നും നമ്മൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരാളെ നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് കണ്ടിട്ട് കാര്യമില്ല. കാരണം 24 അവേഴ്സിനുള്ളിൽ അദ്ദേഹത്തിന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ പ്ലാൻ തന്നെ കൊടുക്കരുത് എന്ന് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. കാരണം അദ്ദേഹം വന്നതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ പോയിട്ട് പറയുക, കാര്യങ്ങൾ ചെയ്യുക. അദ്ദേഹത്തിന് ഒരു സ്പേസ് ഉണ്ടാവണം. അതായത് നമ്മൾ പ്ലാൻ കൊടുത്തതിന് ശേഷം അടുത്ത ഒരു 24 അവേഴ്സിലേക്ക് അദ്ദേഹത്തിന് നമുക്ക് കിട്ടണം. അതിനുശേഷം അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. 24 അവേഴ്സിനുള്ളിൽ ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് മിസ്സാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്ലാൻ പ്രസന്റേഷനെ സംബന്ധിച്ചിടത്തോളം പ്ലേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ തമ്പനയിലെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ കാണിക്കാം. നിങ്ങൾ പോയിട്ട് അത് കാണുക. നല്ല സ്ഥലത്തുനിന്ന് പ്ലാൻ പറഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ സെയിൽ ആവുള്ളൂ എന്നത് ഒരു വാസ്തവം തന്നെയാണ്. നല്ല ആംബിയൻസ് നല്ല പ്ലേസ് എന്ന് പ്ലാൻ പറഞ്ഞാൽ മാത്രമേ അത് സെയിലായിട്ട് മാറാനുള്ള ചാൻസും കൂടുകയുള്ളൂ എന്നത് ഒരു റിയാലിറ്റിയാണ്. അത് പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഫിസിക്കൽ ആണെങ്കിലും ഡിജിറ്റൽ വേയിലാണെങ്കിലും നല്ലൊരു ആംബിയൻസ് ഉണ്ടാവണം നമ്മൾ കൊടുക്കുന്ന പ്ലാനിന്. ഓക്കെ, അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കൂടുതൽ കാര്യങ്ങൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നോളജ് എന്നുള്ളത്. നമ്മൾക്ക് എത്രത്തോളം നോളജ് ഉണ്ടോ അത്രത്തോളം കോൺഫിഡൻസ് നമുക്ക് കൂടുതലായിരിക്കും. ഒരു പ്രസന്റേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോൺഫിഡൻസ് ലെവലാണോ ഏറ്റവും കൂടുതൽ നോക്കുന്നത്, നമ്മുടെ നോളജ് ലെവലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിലും നമുക്ക് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റും. നമ്മളുടെ കോൺഫിഡൻസ് ആണ് എല്ലാം. പക്ഷേ ആ കോൺഫിഡൻസ് നമുക്ക് തരുന്നത് നോളജ് ആണ്, റിയാലിറ്റിയാണ്. എന്താണോ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട്, ആ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട്, നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ട് നമുക്ക് അറിയുന്ന അറിവ്, അതാണ് നമ്മളെ കോൺഫിഡൻസിലേക്ക് നയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പ്രസന്റേഷനിൽ ആദ്യം വേണ്ടത് എന്ത് തന്നെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന നോളജ് തന്നെയാണ്. നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രിനെ കുറിച്ചിട്ട്, നമ്മുടെ കാര്യങ്ങളെ കുറിച്ചിട്ട്, നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ നോളജാണ് സുഹൃത്തുക്കളെ നമ്മളുടെ കോൺഫിഡൻസ് ആയിട്ട് മാറുന്നതും നമ്മുടെ പ്രസന്റേഷനിൽ അത് പ്രകടമാകുന്നത്. അപ്പോഴാണ് ഒരു സെയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന മേഖലയെ കുറിച്ചിട്ടും കമ്പനിയെ കുറിച്ചിട്ടും പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു പിക്ചർ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പ്ലാൻ പ്രസന്റേഷൻ നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമാക്കി ഇരിക്കണം എന്ന് പറയാനുള്ള കാരണം, എത്രത്തോളം പ്ലാൻ പ്രസന്റേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ അത്രത്തോളം നമ്മളെ എക്സ്പേർട്ട് ആക്കുന്നതിന് സഹായകമാകും എന്നതാണ്.
അതായത് നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നു, പല കാറ്റഗറി ആളുകൾ കാണുന്നു, പല രീതിയിലുള്ള ആളുകളെ കാണുന്നു. അവരെയൊക്കെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സെയിൽസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് അല്ല. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായകമാവും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് നമ്മളെ എക്സ്പേർട്ട് ആക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു മെത്തേഡ് തന്നെയാണ് പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത കാര്യം കഴിഞ്ഞൊരു പോയിന്റ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയേണ്ടതാണ്, നമ്മളുടെ ടോക്കിംഗ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കൂട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് ഈ രണ്ട് മേഖലകളിൽ കൂടെയാണ്. നമ്മൾ ഒരുപാട് പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ നമ്മൾക്ക് സംസാരിക്കാൻ അറിയാമെന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരികയും അതിലൂടെ ഒരു സെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കും സെയിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് വരുന്നത്. ആ ഒരു കോൺഫിഡൻസ് വരുന്നതിന്റെ കൂടെ തന്നെ അവിടെ നമ്മളിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ, പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും മാറുന്നുണ്ടെന്ന് കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പരിഗണിക്കുന്നത് നമ്മുടെ ടോക്കിംഗ് എബിലിറ്റി ആണ്. നമ്മുടെ സംസാരത്തിന്റെ ആ ഒരു ഫ്ലുവൻസി, നമ്മളുടെ സംസാരിക്കുമ്പോൾ ആ ഒരു ഒഴുക്ക്, അല്ലെങ്കിൽ അതിൽ വരുന്ന പോയിന്റുകൾ, അതിൽ വരുന്ന നോളജുകൾ, അതിൽ വരുന്ന ഒരു കൺവിൻസിങ് സ്ട്രാറ്റജി, വോയിസ് മോഡുലേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അത് അത്രയധികം ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും ഭാവിയിൽ കിട്ടുകയും പല നല്ല അവസരങ്ങളിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അപ്പൊ അത്രയും നല്ലൊരു എബിലിറ്റി അല്ലെങ്കിൽ അത്രയും നല്ലൊരു കാര്യം പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഒരു മെത്തേഡ് ആയിട്ടാണ് പ്ലാൻ പ്രസന്റേഷനെ നിങ്ങൾ കണക്കാക്കേണ്ടത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമാണ് പ്ലാൻ പ്രസന്റേഷൻ. ആരും തന്നെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഡെയിലി പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുക, അത് റുട്ടീനിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് പീപ്പിൾസ് ഹാൻഡ്ലിംഗ് സ്കിൽ കൂടുമെന്നുള്ളതാണ്. എന്താണ് പീപ്പിൾ ഹാൻഡ്ലിംഗ് സ്കിൽ അല്ലെങ്കിൽ മാൻ മാനേജ്മെന്റ് സ്കിൽ? ആളുകളെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൺവിൻസ് ചെയ്ത് കൊടുക്കുക, ആളുകളുടെ ഓരോ മൂവ്മെന്റിനെയും നമ്മളുടെ ഒരു പ്രേരണയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ ആളുകളെ കൊണ്ടെത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ചിന്തകളുണ്ട്, രീതികളുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ടീം വർക്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്നത് എന്താ? ടോപ്പ് റാങ്കിലുള്ള ലീഡർ ഒരു കാര്യം പറയുന്നു, അത് താഴത്തെ കുഞ്ഞു കുഞ്ഞു ലീഡേഴ്സിലേക്ക് എത്തിക്കുന്നു. ആ ലീഡേഴ്സ് ഇത് തന്റെ ടീമിലേക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ ലീഡറും അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് ലീഡറും ആ ചെറിയ ലെവലിലുള്ള ബാക്കിയുള്ള ലീഡേഴ്സും നേരെ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ ലൈനിൽ വന്നിരിക്കുന്ന പുതിയ പുതിയ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നു ഈ വർക്കായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിന് വിപരീതമായിട്ട് പോകുന്ന വളരെ ചുരുക്കം ചില ആളുകളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്, മോശമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. മുകളിൽ തെറ്റുപറ്റുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ ആ രീതിയിൽ ഫോളോ ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഇവിടെ എന്താ നടക്കുന്നത്? ഒരു മാൻ മാനേജ്മെന്റ് ആണ്, മാൻ പവറിനെ മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ആ ഒരു മാൻ പവറിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും എല്ലാവരും ഒരുപോലെ വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആ ടീമിന്റെ വിജയം അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ വിജയം നടക്കുന്നത്, നല്ല രീതിയിൽ സെയിൽസ് നടക്കുന്നത്. ഒരാള് ഒരു സാധനത്തിനെ ഒറ്റയ്ക്കടിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് അടിക്കുന്നത് തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് അല്ലെ. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് എപ്പോഴാണ്? ആ ഒരു കൂട്ടമായിട്ടുള്ള ഒരു എഫേർട്ട് ഒരേ രീതിയിൽ ഒരേ സ്ഥലത്ത് സംഭവിക്കുമ്പോഴാണ് ആ റിസൾട്ടും കൂടുന്നത്. അപ്പൊ മാൻ മാനേജ്മെന്റ് സ്കില്ല് നമ്മൾക്ക് കിട്ടുകയും മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നത് എവിടെയാണ്? നല്ല രീതിയിൽ പ്രസന്റേഷൻ ചെയ്യുമ്പോഴാണ്. അത് നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമാക്കി വെക്കുമ്പോഴാണ്. ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് പ്ലാൻ പ്രസന്റേഷൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്